നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒത്തിരിയധികം കുട്ടികൾ ജോലി തേടി എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. പലർക്കും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല, അതല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ ആർക്കും വേണ്ട എന്നൊക്കെ കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് സ്കൂൾ പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുകയും ഡിഗ്രി പഠനത്തിലേക്ക് എത്തുമ്പോൾ ആ പാർട്ട് ടൈം ജോലിയെ ഒരു പാർട്ട് ടൈം ബിസിനസ്സൊക്കെ ആക്കി കൺവേർട്ട് ചെയ്ത ഇന്ന് ഇൻകം ടാക്സ് റിട്ടേൺ വരെ നൽകുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഓർക്കുക, കോളേജ് പഠനകാലത്ത് തന്നെ തൊഴിൽ ദാതാവായി മാറുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. കോട്ടയം ബസോലിയസ് കോളേജിലെ ഋഷി എന്ന വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെ പഠന സമയത്ത് തൊഴിലവസരങ്ങൾ കണ്ടെത്താം, അതിലുപരി പാർട്ട് ടൈം തൊഴിലവസരങ്ങൾ കണ്ടെത്താം, അതിലുപരി എങ്ങനെ ഒരു തൊഴിൽ ദാതാവാകാം, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു, സംരംഭത്വ യാത്ര എങ്ങനെയായിരുന്നു, അതിലെന്തൊക്കെ വെല്ലുവിളികൾ വന്നു, അതിനെ എങ്ങനെ തരണം ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഋഷിയിൽ നിന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ, കരിയർ അവസരങ്ങൾ, അതുകൂടാതെ ഇതേപോലെയുള്ള യുവാക്കളുടെ സംരംഭ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ചാനലാണ്. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ജേണി ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഋഷി, എനിക്ക് ആദ്യം അറിയേണ്ട, ഋഷി എന്നാണ് ഈ സംരംഭത്വ അല്ലെ പാർട്ട് ടൈം ജോലികളൊക്കെ ആരംഭിച്ചത്? സർ, ഞാൻ ചിന്മയ സ്കൂളിലാണ് പഠിച്ചത്. ചിന്മയ വിദ്യാലയ കോട്ടയം. ഞാൻ അവിടെ +1 തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ പാർട്ട് ടൈം തുടങ്ങിയത്. ശരി. അപ്പം ക്ലാസ് 2:30-3 മണി വരെ കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ കുമരകത്ത് തന്നെയുള്ള, എൻ്റെ വീട് കുമരകത്താണ്, കുമരകത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിലാണ് ഞാൻ പാർട്ട് ടൈം തുടങ്ങിയത്. ശരി. വൈകിട്ട് 5 to 9 മണി വരെ ഞാൻ സ്ഥിരം ജോലി ചെയ്യുമായിരുന്നു. വീക്കെൻഡ്സ് വരുമ്പോൾ ശനിയും ഞായറും രാവിലെ 10 to ഫുൾ ടൈം ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ +1 +2 സമയത്ത് നല്ലൊരു പങ്ക് സമയം ഈ പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ എന്നാ വരുമാനമൊക്കെ കിട്ടുമായിരുന്നു അതിൽ നിന്ന്? ഈ പറഞ്ഞ വൈകിട്ടായിരുന്നെങ്കിൽ നമുക്ക് 250 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പെർ ഡേ. ഫുൾ ഡേ പോകുമ്പോഴോ അവധി ദിവസങ്ങളിൽ 500 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 1.5 കൊല്ലം പാർട്ട് ടൈം ജോലി ചെയ്തു. അപ്പം അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സ് അവിടെ നിന്ന് കിട്ടി അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലൈസൻസ് എടുത്തു. എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ശരി. അത് കഴിഞ്ഞ് ഞാൻ ഈ ഓൺലൈൻ ഡെലിവറി ആപ്പ് സ്വിഗ്ഗി, സൊമാറ്റോ, ഓക്കെ, അതിന് ഞാൻ 1 മാസം ഞാൻ 1 മാസമേ പോയുള്ളൂ. സാർ, അത് വലിയ ആവേശത്തിലാണ് തുടങ്ങിയത്. ശരി. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അത് വണ്ടി ഓടിച്ച് ഓരോരോ സ്ഥലത്ത് പോകണ. വണ്ടി വാങ്ങിക്കാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? അത് ഈ പാർട്ട് ടൈം ചെയ്തു. അപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വണ്ടി വാങ്ങിച്ചു, സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറിക്ക് പോയി. ഓക്കെ. അത് ഇച്ചിരി കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം നല്ല നടുവേദന എല്ലാം ഉണ്ടായിരുന്നു. ശരി. വണ്ടിക്ക് പണി വന്നു. ഓക്കെ. ഒരു ഡെലിവറി കോട്ടയത്താണെങ്കിൽ പുതുപ്പള്ളി അങ്ങായിരിക്കും ചിലപ്പം ഓർഡർ. അപ്പോൾ വിചാരിച്ച വരുമാനം അതിൽ നിന്ന് കിട്ടിയില്ല. നമ്മുടെ കഷ്ടപ്പാട് മിച്ചം. അപ്പോൾ അതുകൊണ്ട് 1 മാസം കൊണ്ട് സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി നിർത്തി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സാർ, ഞാൻ പറഞ്ഞ എൻ്റെ വീട് കുമരകത്താണ്. അപ്പം കുമരകത്ത് ഞാൻ എന്തെങ്കിലും ബിസിനസ്, എൻ്റെ അച്ഛൻ പണ്ട് തൊട്ട് ബിസിനസ് ചെയ്യുന്ന. അച്ഛൻ എന്ത് ബിസിനസ് ചെയ്യുന്നത്? അച്ഛന് ഈ വണ്ടിയുടെ പ്ലേറ്റിന്റെ ബിസിനസ് ആണ്. അതെവിടെയാണ്? അത് കോട്ടയത്താണ്. ശരി. ഓക്കെ. അപ്പോൾ ബിസിനസ് ഒരു സ്പിരിറ്റ് നിങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. ശരി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ ബിസിനസ് അവിടെ പോകുമായിരുന്നു, സ്ഥാപനത്തിൽ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം വന്നില്ല. അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പം ഞാൻ കുമരകത്താണ് എൻ്റെ വീട്. അപ്പം കുമരകം ബേസ് ആയിട്ട് എന്തെങ്കിലും ടൂറിസം ബേസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ശരി. എന്താന്ന് വെച്ചാൽ, ഒരു ഗസ്റ്റ് കുമരകത്ത് വരുവാണെങ്കിൽ എങ്ങനെ അവരെ ഒരു വില്ലേജ് ടൂർ, എങ്ങനെ അവരെ ലോക്കൽ ലൈഫ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. കുമരകത്ത് എത്തുന്നവര്, കുമരകം ഈ റെസ്പോൺസിബിൾ ടൂറിസം ഒക്കെ ഒത്തിരി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവരെ ആ വില്ലേജിന്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു നൽകുന്ന ഒരു ടൂർ പാക്കേജ് പോലെ. അങ്ങനെ ഞാനൊരു ട്രാവൽ കമ്പനി തുടങ്ങിയത്. ശരി. കമ്പനിയുടെ പേര് SR. അതോപ്പം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തായിരുന്നു ആ സമയത്ത്? +2 കഴിഞ്ഞ സമയത്ത് തന്നെ, 18 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. ശരി. SR ട്രാവലിംഗ് കേരള എന്ന് പറയും. ശരി. ഓക്കെ. അത് തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക്
കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വലിയ വരുമാനം വരാൻ തുടങ്ങിയില്ല. അപ്പം അതിൽ ഞാൻ ഹൗസ് ബോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. കുമരകത്ത് തന്നെ ഉള്ളതാണ് ഹൗസ് ബോട്ട്, കുമരകം ആലപ്പുഴയിൽ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാനൊരു ഏജൻസി പോലെ, ട്രാവൽ ഏജൻസി പോലെ തന്നെ തുടങ്ങി. ഓക്കെ. അവിടുന്നാണ്, അതായത് ഹൗസ് ബോട്ട് ബുക്കിംഗ് ഒക്കെ എടുക്കുന്ന പരിപാടി. ഹൗസ് ബോട്ട് ബുക്കിംഗ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഹൗസ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് സ്വന്തമായിട്ട് ഹൗസ് ബോട്ട് ഇല്ല. ബുക്കിംഗ് എടുത്ത് ഹൗസ് ബോട്ട് ഉള്ളവർക്ക് ആ ബുക്കിംഗ് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ. അതായിരുന്നു നമ്മുടെ വരുമാനം ആ സമയത്ത്. ശരി. അപ്പം ബാക്കി ഈ വില്ലേജ് ടൂറിസത്തിൽ എനിക്ക് വലിയ റിട്ടേൺസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഹൗസ് ബോട്ടിൽ എനിക്ക് റിട്ടേൺസ് നന്നായിട്ട് കിട്ടി തുടങ്ങി. അപ്പം എനിക്ക് അങ്ങനെ ഹൗസ് ബോട്ടിൽ ഇൻട്രസ്റ്റ് വന്നു. ഞാൻ ഹൗസ് ബോട്ട് എൻ്റെ മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് ഹൗസ് ബോട്ടിലേക്ക്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഹൗസ് ബോട്ട് മേഖലയാണ് നമുക്ക് വരുമാനം കൂടുതലും കിട്ടാൻ സാധ്യത. ശരി. അത് കഴിഞ്ഞായിരുന്നു ഞാൻ ബെസേലിയസ് കോളേജിൽ, കോട്ടയം ബെസേലിയസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് BBA ജോയിൻ ചെയ്തു. അത് 2023 ശരി. 2023 ഒരു ഓഗസ്റ്റ് മാസമായത്. ശരി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവിടെ ഓരോരോ ക്ലബ്സ് ഉണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്ബ്, ടൂറിസം ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ് എന്ന് കുറേ ക്ലബ്സ് ഉണ്ട്. അത് ആദ്യമായിട്ടായിരുന്നു ഞാൻ അതൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഉണ്ട്, സ്കൂളിലൊന്നും ഇല്ല. അപ്പം എനിക്ക് ടൂറിസം ബേസ്ഡ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ടൂറിസം ക്ലബ്ബിൽ കയറി. ടൂറിസം ക്ലബ്ബിൽ കയറിയപ്പോൾ അതിന്റെ ഇൻചാർജ് ഞങ്ങളുടെ ജോൺ സാർ ആയിരുന്നു. BBA ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എനിക്കറിയാം. എൻ്റെ കൂടെ PhD ചെയ്ത ജോൺ സാർ. അതെ. ജോൺ സാറാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ സാറ് എൻ്റെ ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, നീ തന്നെ ഈ ക്ലബിന്റെ കോളേജിലെ സെക്രട്ടറി ആവാൻ പറഞ്ഞു. ഞാൻ അത് കോളേജ് സെക്രട്ടറി ആയി ടൂറിസം ക്ലബിന്റെ. അങ്ങനെ ഞാൻ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കാണ് എങ്ങനെ ഹൗസ് ബോട്ട് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ശരി. അപ്പം ഒരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞ ഒരു ബെഡ്റൂം തൊട്ടുള്ള ബോട്ടുണ്ട്. ശരി. 10 ബെഡ്റൂം വരെയുള്ള ബോട്ട് വരെ ഉണ്ട്. ഒരു ബെഡ്റൂം ബോട്ടിന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 25-30 ലക്ഷം രൂപ പറ്റും. അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം വേറെ എന്താ വഴി? അപ്പം ഹൗസ് ബോട്ട് വാടകയ്ക്ക് എടുക്കുക, ലീസിന് എടുക്കുക, എങ്ങനെ എടുക്കാം? അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് കിട്ടുന്ന ഓർഡറുകൾ നമ്മൾ മറിച്ചു കൊടുക്കുക, അതിൽ നിന്നൊരു കമ്മീഷൻ എടുക്കുക. അതിനു പകരം ഹൗസ് ബോട്ട് ഒരു മാസത്തേക്കൊക്കെ ലീസിന് എടുക്കുക എന്നുള്ള പരിപാടി. അത് 6 മാസത്തേക്ക് വരുന്നുണ്ട്, 12 മാസത്തേക്ക് വരുന്നുണ്ട്, അതിൽ കൂടുതൽ വരും. അപ്പം ഞാൻ ഏജൻസി റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ബോട്ടിന് എപ്പോഴും സ്ഥിരം ഓട്ടം കൊടുക്കുമായിരുന്നു. ആ ബോട്ടിൽ 2 സ്റ്റാഫ് തന്നെയാണ് ബോട്ടിലെ ഓണർമാർ. ശരി. അവർക്ക് നമ്മുടെ ഓട്ടം മാത്രം ഒരു മാസം ഓടുന്നുള്ളായിരുന്നു, 20-25 ഓട്ടം. ഞാൻ അവരോട് സംസാരിച്ച് അവരുടെ ബോട്ട് തന്നെ, കാരണം നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഇല്ല, മുതലാളിമാര് തന്നെയാണ് അതിൽ 2 സ്റ്റാഫ്സ്. ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞ് ഞാൻ അവരോട് ലീസിന് ആ ബോട്ട് എടുത്തു. നമ്മള് നേരത്തെ ഓട്ടം കൊടുത്തുകൊണ്ടിരുന്ന ബോട്ട് നമ്മൾ ലീസിന് സ്വന്തമാക്കി. എന്നിട്ട് നമ്മളത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഹൗസ് ബോട്ട് ലീസിന് എടുത്തത്. നമ്മളിത് തുടങ്ങിയിട്ട് എനിക്ക് ആദ്യത്തെ കുറേ മാസം എനിക്ക് ഓട്ടമൊന്നും ഇല്ലായിരുന്നു ഹൗസ് ബോട്ടിന്റെ. അപ്പം നമുക്ക് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഈ കമ്മീഷൻസ് തന്നെയായിരുന്നു 1-2 ഓട്ടം. ആദ്യത്തെ 6 മാസം എനിക്ക് 1-2 ഓട്ടേ ഉള്ളായിരുന്നു, അതിൽ കൂടുതൽ ഓട്ടമൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനത്തെ സോഷ്യൽ മീഡിയസിലൊക്കെ നമ്മുടെ അക്കൗണ്ട് തുടങ്ങി. നമ്മുടെ ഹൗസ് ബോട്ടിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി. അതുവഴി അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള പൈസ ഇല്ലായിരുന്നു. നമ്മൾ ഈ സ്റ്റോറീസും പോസ്റ്റും ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ച് പ്രൊമോട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടുതൽ വന്ന് അതിന്റെ ഒരു അൽഗോരിതം മനസ്സിലാക്കി. നമ്മൾ സെർച്ച് ചെയ്യുന്ന തന്നെ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് വരുന്നു. നമ്മുടെ മെയിൻ ട്രാവൽ ആയിരുന്നു. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഓരോരോ ഏജൻസിയുടെ നമ്പേഴ്സും വരുന്നു. ഞാൻ ഓരോരോ ഏജൻസിനെ വിളിക്കാൻ തുടങ്ങി, മെസ്സേജ് ഇടാൻ തുടങ്ങി, ഇമെയിൽ അയക്കാൻ തുടങ്ങി. അതുവഴി നമുക്ക് റിപ്ലൈ കിട്ടി. അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഏജൻസീസ് നമുക്ക് ബുക്കിംഗ്സ് ഇടാൻ തുടങ്ങി. ശരി. അവിടെയുള്ള ട്രാവൽ ഏജൻസി ആയിട്ട് കണക്ട് ആയി. എന്നിട്ട് അവർ വഴി നമുക്ക് ബുക്കിംഗ് കിട്ടാൻ തുടങ്ങി. ശരി. അങ്ങനെയാണ് നമുക്ക് ബുക്കിംഗ്സ്. അപ്പൊ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങി. അതെ, നമുക്ക് നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ. ശരി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തു തുടങ്ങി. ഇതൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോൾ ഇതിനൊക്കെ ഇടയിൽ എപ്പോഴാണ് സമയമുള്ളത്? ഞാൻ നേരത്തെ +1 +2 ഞാൻ പാർട്ട് ടൈം ചെയ്തത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ടൈം ഒരു മാനേജ്. പിന്നെ പഠിത്തവും ഇപ്പോൾ +1 +2 പഠിച്ചപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്തു, ഡിഗ്രിയിലേക്ക് എത്തിയപ്പോൾ പാർട്ട് ടൈം ബിസിനസ്സിലേക്ക്. അതെ.
അതുമാത്രമല്ല, ഞാനിത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ടിരിക്കുമെന്ന് കോളേജുകാർ അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് വന്നു. ക്ലാസ്സിലാണേലും എന്തെങ്കിലും അത്യാവശ്യം കോൾ വന്നാൽ നമുക്ക് വെളിയിൽ മാറാനൊക്കെ ഉള്ള ഒരു പെർമിഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ് ആണെങ്കിലും കോളേജ് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ശരി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സാർ ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ആരംഭിച്ചു. ശരി, ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഒരു ബോട്ടിലായിരുന്നു. ശരി, അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓട്ടോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടം കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ ആദ്യത്തെ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓട്ടം കൊടുത്ത അവരുടെ ബോട്ടിലാണ് നമ്മൾ, അല്ലേ? അതെ. അതിന്റെ ഒരു മുതലാളിയായി നമ്മൾ മുതലാളിയായി. അത് ഒരു ബോട്ട് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടം കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വെളിയിൽ കൊടുക്കാൻ തുടങ്ങി. അതല്ല, നമുക്ക് എടുക്കാനുള്ള ഒരു ഇത് വേണമെന്ന് ഓർത്ത് ഞാൻ വേറെ ഒരു 2 ബോട്ടും കൂടെ വാടകയ്ക്ക് എടുത്തു. ഒരു 2 ബെഡ്റൂമിന്റെ ബോട്ടും ഒരു 3 ബെഡ്റൂമിന്റെ ബോട്ടും. ഇപ്പൊ നമുക്ക് ടോട്ടൽ 3 ബെഡ്റൂം ഹൗസ് ബോട്ട് വരെ ഉണ്ട്. 1 ബെഡ്റൂമും 2 ബെഡ്റൂമും 3 ബെഡ്റൂമും ഒക്കെ ഉണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, അല്ലേ? എന്താ നമ്മുടെ കമ്പനിയുടെ പേര്? നമ്മുടെ കമ്പനിയുടെ പേര് SR ഹൗസ് ബോട്ട്സ്. അപ്പം ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു ബോട്ട് കൊമരോത്ത്, അല്ലേ, ഒരു ബോട്ട് ബുക്കിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SR ഹൗസ് ബോട്ട്സിനെ കോൺടാക്ട്. ഞാൻ വേണമെങ്കിൽ ഋഷിയുടെ നമ്പരൂടെ വേണമെങ്കിൽ വീഡിയോയിൽ, കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഋഷിയെ കോൺടാക്ട് ചെയ്താൽ ഒരു സ്പെഷ്യൽ റേറ്റിലൊക്കെ കൊടുക്കുക. ഓക്കെ, സാറിൻ്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം 3 ബോട്ടുകൾ നമ്മൾ ലീസിനെടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഋഷിയെ കൂടാതെ ഇപ്പം ജോലിക്കാരൊക്കെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതെങ്ങനെ, എത്ര പേര്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? നമുക്ക് 5 സ്റ്റാഫ്സ് ഉണ്ട്. 5 നമുക്ക് 3 ബോട്ട് ഉണ്ടെങ്കിലും 3 ബോട്ടിലെ ഒരു ബോട്ടിലെ സ്റ്റാഫ് മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് വെച്ചുള്ളൂ. ഓക്കെ, 2 ബോട്ടിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പം ആ ഒരു ബോട്ടിലെ സ്റ്റാഫ് ഉൾപ്പെടെയാണ് 5 പേര്. ശരി. അതല്ലാണ്ട് നമുക്കൊരു എഡിറ്റർ ഉണ്ട്. നമ്മുടെ പോസ്റ്റേഴ്സും വീഡിയോസും എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ 2 പേരുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പം ഋഷി ഇവരുടെയൊക്കെ CEO ആയിട്ട് ഇരിക്കുവാണ്. കൂടെ ഈ ഉള്ള എഡിറ്റേഴ്സും ഒക്കെ വിദ്യാർത്ഥികൾ തന്നെയാണോ? വിദ്യാർത്ഥികളാണ് കമ്പനിയിൽ ചെയ്യുന്നത്. അവരും ഒരു പാർട്ട് ടൈം രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഋഷി ഒരു പാർട്ട് ടൈം ബിസിനസ് നടത്തുന്നു എന്ന് മാത്രമല്ല, മറ്റ് പഠിക്കുന്ന കുട്ടികളിൽ ചിലർക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇപ്പം നൽകിയിരിക്കുകയാണ്, അല്ലേ? കൊള്ളാം, നല്ല പരിപാടി. ഇനി എന്താ ഋഷിയുടെ ഒരു ഫ്യൂച്ചർ താല്പര്യങ്ങളൊക്കെ? സാർ, ഇപ്പം ഞാനിപ്പോൾ BBA 3rd ഇയർ ആണ്. ശരി. ഇത് കഴിയുമ്പോൾ എനിക്ക് ഹയർ സ്റ്റഡീസ്, ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതല്ലാണ്ട് എനിക്ക് ഈ ഒരു ബിസിനസ്സിലല്ല, ഇതിലും ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് വേറെ ബിസിനസ് ചെയ്യാൻ എനിക്ക് ഐഡിയാസ് ഉണ്ട്. അതിന് വേണ്ടിയായിട്ടുള്ള ഒരു സേവിങ്സ് ആണ് ഞാൻ. ടൂറിസത്തിൽ നിൽക്കാൻ താല്പര്യമില്ലേ? ടൂറിസത്തിൽ നിൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്കൊരു ഫ്യൂച്ചർ എയിമുണ്ട്. എനിക്ക് ഇതിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സർവീസ് സെക്ടറിൽ. നമുക്ക് ഒരിക്കലും അതിന്റെ മേളിൽ പറ്റത്തില്ല. പക്ഷേ അതല്ലാണ്ട് കുറെ വേറെ ബിസിനസ്സസ് ഉണ്ട്, E-commerce അങ്ങനത്തെ എനിക്ക് എൻ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പ്ലാൻസും ഉണ്ട്. അതുമാത്രമല്ല, ഈ SR എന്ന് പറയുന്ന ഒരു കമ്പനി എനിക്ക് ബ്രാൻഡ് ആക്കണം. SR എന്ന് പറഞ്ഞാൽ അതെന്താ SR എന്നുള്ള പേര്? SR എന്നുള്ള പേര് സാർ, അത് ഇതുവരെയായിട്ടും റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 6 ഋഷിയുടെ 6 ആണോ? എന്തെങ്കിലും ആട്ടെ, അത് പോട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും SR എന്ന് പറഞ്ഞ കമ്പനി മുന്നോട്ടേക്ക് പോകുന്നു. ഭാവിയിൽ മറ്റു മേഖലകൾ, E-commerce പോലെയുള്ള മേഖലകളിലേക്കൊക്കെ ചേക്കേറുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഋഷി, ഈ ബിസിനസ്സൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെയാണ്, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സാർ, കുറേ റവന്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് ഓർത്തു. ശരി. കോട്ടയത്ത് തന്നെ ഇവിടെ സ്റ്റാർ ജംഗ്ഷനിൽ ആഡംസ് ടവർ എന്ന് പറയുന്നത്. ശരി. അവിടെ ഞാനൊരു റൂം റെന്റിനെടുത്തു. മാസം ഒരു 20,000 രൂപ വാടക. മാസം 20,000 രൂപ വാടക. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് കുറേ വാക്കിംഗ് ഗസ്റ്റ് കിട്ടുമായിരിക്കും, ട്രാവൽ പാക്കേജസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ കിട്ടും. ഓരോ സ്റ്റാഫിനെ എടുത്തുവാണെങ്കിൽ നമുക്ക് ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓർത്തു. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു ബിഗ് ഫെയിലിയർ ആയിരുന്നു. 3 monthsനുള്ളിൽ നമുക്കൊരു
ഫർണിഷിംഗ് എല്ലാം കൂടെ ഒരു 1.5 lakhs നഷ്ടമായി. അപ്പൊ തന്നെ ഞാൻ നിർത്തി. കൂടുതൽ നഷ്ടം വേണ്ട അത് തന്നെ ഞാൻ നിർത്തി. കാരണം നമുക്ക് ഫുൾ ആയിട്ട് ഓൺലൈൻ ആയിരുന്നു. പിന്നെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ കഴിഞ്ഞ ദിവസം സർ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. അതൊന്നും ഞാൻ ചോദിക്കണമെന്ന് ഓർത്താണ്, ഈ അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അതെ ഒരു 3 മാസമായി ഇപ്പം പ്രശ്നം വന്നിട്ട്. അക്കൗണ്ടിൽ പ്രശ്നം വന്നവര് നമുക്ക് ട്രാൻസ്ഫർ ഒന്നും ആവുന്നില്ലായിരുന്നു എമൗണ്ട്, നമുക്ക് വരുന്ന എമൗണ്ട് ഒക്കെ. അപ്പം അതിന് മുമ്പൊക്കെ ചെറിയ ചെറിയ പ്രശ്നം റെഡി ആവുമായിരുന്നു. UPI ഓരോരോ ലിമിറ്റ്, ബാങ്കിന്റെ തന്നെ എന്തോ പ്രശ്നം. ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഫിനാൻഷ്യൽ ഇയർ പ്രശ്നം വന്നത് ജൂലൈ മാസമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 33 ലക്ഷം രൂപ വന്നു. അപ്പോൾ അത്രയും ബിസിനസ് ചെയ്യുന്നുണ്ട്. അതല്ല സാർ, 2 വർഷം കൊണ്ട് ഇപ്പം കുമരകത്തെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഓട്ടം ഉള്ള ഒരു ഹൗസ് ബോട്ടാണ് നമ്മുടെ. ഗൂഗിളിലാണെങ്കിലും 4.9 സ്റ്റാർ റേറ്റിംഗ് എല്ലാം ഉള്ളതാണ്. അങ്ങനെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അയ്യോ പണി കിട്ടിയല്ലോ. നമ്മള് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. രജിസ്റ്റർ GST ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ തന്നെ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഷാജി എന്ന് പറയുന്ന CA, അവിടെ ചെന്ന് നമ്മളെല്ലാം ITR-ഉം GST എല്ലാം ഫയൽ ചെയ്യും. അപ്പോൾ ഇപ്പം ITR ഒക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതെ, ടാക്സ് പെയർ ആണ്. അത് കൊള്ളാം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടാക്സ് പെയർ ആയി അല്ലേ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ. പക്ഷേ ബിസിനസ്സിൽ ഇതേപോലെയുള്ള GST അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം ഇതിനൊക്കെ സപ്പോർട്ടൊക്കെ ആരാ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഒന്നെൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പം കുമരകത്തില്ലേലും എനിക്ക് അവിടെ എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണേലും എൻ്റെ കൂട്ടുകാര്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഒരു ഫോൺ കോൾ ചെയ്താൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർ ഹൗസ് ബോട്ടിൽ എത്തും, കാര്യങ്ങൾ മാനേജ് ചെയ്തോളും. അതെ. ശരി. അപ്പം അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സഹായത്താൽ മുന്നോട്ടേക്ക് പോകുന്നു. എൻ്റെ ഒരു ചോദ്യം, ഈ നമ്മളുടെ ഈ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ഈ ഹൗസ് ബോട്ടൊക്കെ ആകുമ്പോൾ അവരെയും കൂടി ഒന്ന് ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ നൽകാറുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ 1ാം ക്ലാസ് തൊട്ട് ചിന്മയ വിദ്യാലയമല്ലോ പഠിച്ചത്. ശരി. അപ്പോൾ അവിടെ എൻ്റെ എല്ലാം കാര്യവും എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. ശരി. ഇപ്പോഴും ടീച്ചറാണ്, അവിടുത്തെ ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് അവിടെ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. ആൻറ്റിമാരിൽ ടീച്ചർമാർ, ആൻറ്റിമാരെ എനിക്ക് വലിയ കാര്യമായിരുന്നു അവിടുത്തെ. ഇതിൽ കൂടെ ഒരു നല്ല റവന്യൂ വന്നപ്പോഴത്തേക്കും ഞാനൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഇതിൽ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ ആന്റിമാരെ എല്ലാവരെയും കൂടെ ഒരു ദിവസം 1 ഡേ ട്രിപ്പ് ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി. ആന്റിമാരെ മാത്രമല്ല അവരുടെ വീട്ടുകാരെയും എല്ലാവരെയും മക്കളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോയി ഹൗസ് ബോട്ടിൽ. കൂട്ടുകാരെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോ? കൂട്ടുകാരെ അവർക്ക് അങ്ങനെ ഇല്ല, അവർക്ക് എപ്പോ വേണേലും കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലാസ്റ്റ് ചോദ്യം, ഈ പഠിത്തത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? സർ, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ടോപ്പർ അല്ല ക്ലാസ്സിലെ, ലോവസ്റ്റ് അല്ല. ഞാൻ അത് രണ്ടും കൂടെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം ക്ലാസ് ഒക്കെ എത്ര മണി വരെയാണ് ബെസോലിയസ് കോളേജിലെ ടൈമിംഗ് ഒക്കെ? നമുക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്ക് 10 to 4 ആയിരുന്നു. ശരി. അതായതുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഹൗസ് ബോട്ടിലെ ഗസ്റ്റ് എല്ലാം ചെക്ക് ഇൻ ചെയ്യുന്ന 1 മണി 2 മണി ആ ഒരു സമയത്ത്. 4 മണി വരെ നമ്മൾ കോളേജിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് പാടാം. അത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ 8:30 to 1:45. അപ്പോൾ ഇപ്പം ബെസോലിയസ് കോളേജിൽ 8:30 to 1:45 ക്ലാസ്സുകളും. അതെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് അല്ലേ? ആ ഒരു ടൈമിങ്ങും വന്നപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലും നമുക്ക് അഡ്വാൻറ്റേജ് ആയി. അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസ്സിലേക്ക് പോകാം. ശരി. അപ്പം ഉച്ച കഴിഞ്ഞ സമയത്തും വൈകുന്നേരമൊക്കെ ബിസിനസ് ശ്രദ്ധിക്കാം. രാത്രിയിലൊക്കെ വേണമെങ്കിൽ പഠനങ്ങൾ നടക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം ഫ്യൂച്ചറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഋഷിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഒരു കഥ, ആദ്യം +2 പഠിക്കുന്ന സമയത്ത് ഒരു ബേക്കറിയിൽ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്നിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടിട്ട് ഒരു ബൈക്ക് വാങ്ങി സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറിക്കൊക്കെ പോയി. അത് അത്ര വിജയകരമായിരുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സമ്പാദിച്ച പണം കൊണ്ട് ഒരു ഹൗസ് ബോട്ട് ലീസിനെടുത്ത് അതിൽ നിന്ന് വരുമാനം കൊണ്ട് കൂടുതൽ ഹൗസ് ബോട്ടുകൾ ലീസിനെടുത്ത് ഇന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുകയും ഇന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലർക്കും ജോലി നൽകുകയും ഒക്കെ ചെയ്ത്
ബിസിനസ്സുമായി മുന്നോട്ടേക്ക് പോകുന്ന ഋഷിയുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങളെപ്പോഴും ഓർക്കുക, നമ്മളൊക്കെ വിദേശത്തൊക്കെ പോയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ നാട്ടിൽ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാറില്ല. ഓർക്കുക, ഈ ഒരു സ്റ്റോറി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ലഭിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ചെറിയ വരുമാനമാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് നേടുന്നതിനും ഒരു വരുമാനമൊക്കെ നേടുന്നതിനും ഉള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴെങ്കിലും കുമരകത്തൊക്കെ വന്നിട്ട് ഒരു ഹൗസ് ബോട്ട് സേവനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഋഷിയുടെ SR അല്ലേ, SR ഫുൾ നെയിം തന്നെ SR ഹൗസ് ബോട്ട്സ് കുമരകത്തെ സെർച്ച് ചെയ്ത് കണ്ടെത്താം. നമ്പർ വീഡിയോയിൽ കൊടുക്കാം. അപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല സംരംഭകരാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ സമയമൊക്കെ അനുസരിച്ച് നിങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഏറ്റവും ശുഭകരമായൊരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.